നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത മിക്കി 70 എന്നുള്ള ഫ്ലാറ്റ് റേഷ്യോ സിനിമ കൊച്ചി PVR ഫോറമോൾ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ആയിട്ടുള്ള PXL കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള മൂവിയാണ് ഓൾ ഓവർ ദി വേൾഡ്. രാത്രി ഒന്നും കഴിക്കാതെ വന്നുകൊണ്ട് ഒരു ചിക്കൻ നല്ല ടേസ്റ്റ് കഴിച്ചു. 50 രൂപ ഡിസ്കൗണ്ട് കിട്ടി കോട്ടക് PVRന്റെ കാർഡ് ഉള്ളതുകൊണ്ട്. ഇത്തവണ ഞാൻ ഒരുപാട് റോയിൽ നടുവിലിരുന്ന് നോക്കി ഓരോ പോയിന്റ് ഓഫ് വ്യൂ സാമ്പിൾസിൽ ഇട്ടിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇവിടുത്തെ സീറ്റ്സ് ഇപ്പോഴേ തന്നെ ഡാമേജ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ ഡയറക്ടർ ബോങ് ജുങ് ഹോ, ദ ഡയറക്ടർ ഓഫ് മെമ്മറീസ് ഓഫ് മർഡർ, ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് എനിക്ക്. ഒഗ്ജ, മദർ, സ്നോ പിയേഴ്സർ, പാരസൈറ്റ്, ഇപ്പോൾ ഇതാ മിക്കി 70. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആരാന്ന് പറയുമോ? ബ്രാഡ് പിറ്റാണ്. അതെ, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രിയങ്കരനായ നടൻ ബ്രാഡ് പിറ്റ്. സ്റ്റാറിങ് റോബർട്ട് പാറ്റിൻസൺ. വാട്ട് എ ജേർണി, വാട്ട് എ കംബാക്ക് നടത്തിയത് ഇതിലൊന്നുമല്ല. ഫ്രം സീയിങ് ഹിം ഫസ്റ്റ് ഓൺ ഹാരി പോട്ടർ ആസ് സെഡ്രിക് ഡിഗറി, ഹേറ്റിംഗ് ഹിം ഇൻ ട്വൈലൈറ്റ് സീരീസ് ആൻഡ് ലവിങ് ഹിം വാച്ചിങ് ലൈറ്റ് ഹൗസ്, ടെനറ്റ്, ദ ബാറ്റ്മാൻ, ഇപ്പോൾ മിക്കി 70. എന്തൊരു ജേർണിയാണ് ഈ ആക്ടറിൻ്റെ. ട്വൈലൈറ്റ് സീരീസ് കണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബാറ്റ്മാനായിട്ട് കാസ്റ്റ് ചെയ്തപ്പോഴേക്കും കോളമാക്കുമെന്ന് വിചാരിച്ചു. ദ ബാറ്റ്മാൻ എന്നുള്ള മാറ്റ് റീവ്സിൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ ഡിറ്റക്റ്റീവ് സൈഡ് ഓഫ് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ബ്രൂസ് വെയിനെ നമ്മൾ കണ്ടു. ഒരു കിഡിലൻ ഡിറ്റക്റ്റീവ് ബാറ്റ്മാനെ കണ്ടു. റോബർട്ട് എല്ലാവരുടെയും മുഖത്തടിച്ച പോലെ സിനിമയിലൂടെ അഭിനയിച്ച് മറുപടി വന്നു. അത്രയും ഗംഭീരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ. ലൈറ്റ് ഹൗസ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ റോബർട്ട് എഗേഴ്സിൻ്റെ ലൈറ്റ് ഹൗസ് എന്നുള്ള സിനിമ ഒന്ന് കണ്ടു നോക്ക്. വില്യൻ ഡഫോയുടെ കൂടെ വേറെ ലെവലിൽ അഭിനയിച്ച നടൻ. കോസ്മോപോളിസ്, അങ്ങനെ ഇഷ്ടം പോലെ സിനിമയുണ്ട്. കോസ്മോപോളിസ് എന്നല്ല ആ സിനിമയുടെ പേര്, കാറിനകത്ത് ഫുൾ ടൈം, അല്ല കോസ്മോപൊളിറ്റി എന്നായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു ആ സിനിമയുടെ പേര്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, പക്ഷേ ഹീ പ്രൂവ് മീ റോങ്. ഈ ബോളിവുഡിൽ വരുന്നവനെ ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ കണ്ടപ്പോഴേക്കും ഇവനെങ്ങെത്തൂല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ബദ്ലാപൂർ എന്നുള്ള പടം അഭിനയിച്ച് മുഖത്തടി പോലെ എനിക്ക് മറുപടി തന്നത്. ആ അവസ്ഥയാണ് റോബർട്ട് പാറ്റിൻസൻ്റെ. ഒരു ചോക്ലേറ്റ് ബോയ്, അതിനപ്പുറം പോകില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തുടർച്ച പട്ടാന്നും പറഞ്ഞിട്ടാണ് മറുപടി തന്നത്. ടെനറ്റിൽ കിട്ടിലും പെർഫോമൻസ്. വരാനിരിക്കുന്ന നോളൻ്റെ തന്നെ സിനിമ ഓഡീസിയിലും ഹി ഹാസ് എ റോൾ. വാട്ട് എ ജേർണി ദിസ് ആക്ടർ, വാട്ട് എ ജേർണി, വാട്ട് എ ബ്യൂട്ടിഫുൾ ജേർണി. ഈ സിനിമയിൽ വൺ മാൻ ഷോ എന്ന് പറയാൻ പറ്റില്ല, 17 മാൻ ഷോ എന്ന് പറയേണ്ടി വരും. 17 ഡിഫറെൻറ്റ് മിക്കീനെ കാണിച്ചുകൊണ്ടുള്ള പെർഫോമൻസ്. ഹീ ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ മൂവി. മാർക്ക് റഫല്ലോ ഉണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പിന്നെ നമ്മുടെ ഹെറിഡിറ്ററിയിലുള്ള നടിയുണ്ട്, വളരെ നല്ല പെർഫോമൻസാണ്. ഈ നടിയെ ഞാൻ പുതിയതായിട്ടാണ് കാണുന്നത്. ആഫ്രിക്കൻ വംശജയായ ഈ നടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ ആണെന്ന് തോന്നുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ മച്ചനെ ഞാൻ വേറൊരു പടത്തിൽ കണ്ടിട്ടുണ്ട്. ഐ ബിലീവ് ഹീ വാസ് ദ ആക്ടർ ഫ്രം മിനാരി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ആ മൂവിയിലുള്ള നടനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കുറച്ച് ചേഞ്ച് ഉണ്ട് ആളുടെ ലുക്കിൽ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും ചേർന്ന് ബോങ് ജുങ് ഹോയുടെ ഒരു ഡയറക്ടോറിയൽ വന്നപ്പോഴേക്കും ഇവർ വേറെ ലെവലിൽ പെർഫോം ചെയ്ത്. പക്ഷേ ബോങ് ജുങ് ഹോയുടെ കടുത്ത ആരാധകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡൗൺ ആയിട്ടുള്ള മൂവി ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ആ ഡൗണായ മൂവി പോലും കിടുവാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത് ഇതൊരു മോശം സിനിമ എന്നുള്ള. ഞാൻ പറയുന്നത് ബോങ് ജുങ് ഹോയുടെ യൂഷ്വൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ കുറച്ച് താഴ്ന്നു നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ. പക്ഷേ ഇൻഡിവിജ്വലി ബോങ് ജുങ് ഹോ ആരാന്ന് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഇതിനു മുന്നുള്ള സിനിമകളൊന്നും കാണാത്ത ഒരാൾ ഈ സിനിമ കണ്ട ഭയങ്കര രസമായിരിക്കും. ഇതൊരു എൻ്റർടൈനറാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു സ്ലൈറ്റ് ലാഗ് ഉണ്ട്. പക്ഷേ 2 മണിക്കൂറും ഏകദേശം 17 മിനിറ്റ് എന്തോ ആണ് സിനിമ. 2 മണിക്കൂറും 17 മിനിറ്റ്. PVRൽ അത് ആഡും എല്ലാം കൂടി ചേർത്തിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിതൊരു എൻ്റർടൈനിങ് വാച്ച് ആയിരുന്നു. I thoroughly enjoyed the movie solely because റോബർട്ട് പാറ്റിൻസൺ ആ ഒരു വർക്ക് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് ഈ ജീവി പടങ്ങൾ എൻ്റെ ഭാര്യയെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സ്പേസ് മൂവിയും കൂടെയാണ്, സ്പേസ് കോമഡി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ലൂപ്പ് പോലത്തെ ഒരു സംഭവം, ഞാൻ ഇതിൻ്റെ പ്ലോട്ട് റിവീൽ ചെയ്യുന്നില്ല.
ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ റോബർട്ട് പാറ്റിൻസൺ ഉണ്ട്. ട്രെയിലർ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒന്ന് കാണാത്തവർക്കായിട്ട് ഞാൻ വേറെ ഒന്നും പറയാനുള്ള. എഡ്ജ് ഓഫ് ടുമാറോ എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടവർ, ഗ്രൗണ്ട് ഹോഗ് ഡേ എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടവർ, ഹാപ്പി ഡെത്ത് ഡേ എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ദിസ് മൂവി. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത, ഈ സിനിമ വാസ് ഷോട്ട് ഇൻ ആരി അലക്സ 65. അതൊരു IMAX സർട്ടിഫൈഡ് ഡിജിറ്റൽ ക്യാമറയാണ്. ഇറ്റ് വാസ് ഷോട്ട് ഇൻ 1.90:1 ബട്ട് സ്ക്രീൻഡ് ഇൻ 1.85:1 റേഷ്യോ അറൗണ്ട് ദ വേൾഡ്. ഇതൊരു IMAX എക്സ്ക്ലൂസീവ് ഫ്ലാറ്റ് റേഷ്യോ മൂവിയല്ല. എല്ലാ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിലും എല്ലാ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലും ഇത് ഫ്ലാറ്റ് കണ്ടൻ്റ് ആയിട്ട് തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. സ്കോപ്പ് റേഷ്യോ സ്ക്രീൻസ് ആയിട്ടുള്ള ഏരീസ് OD1 രേവതി സിനിമാക്സോ അല്ലെങ്കിൽ ജോസോ രാഗോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സൈഡിൽ ബ്ലാക്ക് ബാർ ഉണ്ടാകും. അതേസമയം PXL, എപ്പിക് സ്ക്രീൻസ്, പിക്സിൻ്റെ തിയേറ്റേഴ്സ്, ഇങ്ങനെയുള്ള തിയേറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനായിട്ട് നിറഞ്ഞിരിക്കും. IMAXൽ പിന്നെ അവർ ഓൾറെഡി DMR കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ PXൽ കണ്ട എക്സ്പീരിയൻസ് ആയിരിക്കില്ല തീർച്ചയായിട്ടും IMAXൽ വേറെ റേഞ്ച് എക്സ്പീരിയൻസ് ആയിരിക്കും, അത് ഉറപ്പാണ്. ഇതിനകത്ത് കുറച്ച് ഓഡിയോ സാധനങ്ങളുണ്ട്. അത് ഈ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇത് സാധനം വേറെ റേഞ്ചാണ്. ഞാൻ ഈ സിനിമ കണ്ടത് അറ്റ്മോസ് എക്യുപ്ഡ് ആയിട്ടുള്ള തിയേറ്ററിലാണെങ്കിൽ പോലും വന്നിരിക്കുന്ന DCP ഇപ്പോൾ തൽക്കാലം PXൽ കിട്ടിയിരിക്കുന്ന DCP അറ്റ്മോസ് DCP അല്ല, 4K 5.1 ആണ്. എന്നിട്ട് പോലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രോപ്പർ IAB കോണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തോ ഒരു എറർ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഫയൽ എന്തോ അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, IAB ഫയൽ, അങ്ങനെ എന്തോ ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും വരും ദിവസങ്ങളിലേക്ക് IAB അപ്ഡേറ്റ് ആവുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. IMAXൽ വന്നിരിക്കുന്നത് 12 ചാനൽ കോണ്ടൻ്റാണ്. അപ്പോൾ 12 ചാനൽ സ്പീക്കർ സെറ്റപ്പുള്ള IMAXകളിൽ 4K റെസൊല്യൂഷനിൽ 12 ചാനലിലായിരിക്കും ഈ സിനിമ അവർ പ്രദർശിപ്പിക്കുന്നത്. അതായത് ബ്രോഡ്വേ സിനിമാസ്, അതുപോലെ നമ്മുടെ മുംബൈയിലും ഡൽഹിയിലൊക്കെയുള്ള 12 ചാനൽ തിയേറ്റേഴ്സിലൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കൊച്ചി IMAX വിത്ത് ലേസർ 4K 6 ചാനൽ IMAX വെന്യൂ ആണ്. എന്നാൽ പോലും വിഷ്വൽ ക്ലാരിറ്റി ഐ എം പ്രിട്ടി ഷുവർ PXൽ കണ്ടെത്തി തന്നെ ഇങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി IMAXൽ വേറെ ലെവലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഞാൻ IMAXൽ പോയില്ല, അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ. 500 രൂപയാണ് ഈ സിനിമയുടെ ടിക്കറ്റ് റേറ്റ്. എനിക്കത് വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതേസമയം PXL 230 രൂപയായിരുന്നു ടിക്കറ്റ് പ്രൈസ്. 220 രൂപയുടെ ഉണ്ട്, 230 ഉണ്ട്, അങ്ങനെയായിരുന്നു ടിക്കറ്റ് പ്രൈസ്. എനിക്കത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇത് ഗ്ലോബലി എല്ലാ തിയേറ്ററിലും ഫ്ലാറ്റ് റേഷ്യോയിൽ ഇറങ്ങുന്നൊരു സിനിമയായതുകൊണ്ട് എനിക്ക് PXL ഇത് ഫുൾ സ്ക്രീനായിട്ട് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല IMAXൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1.90:1 ആണ്. ലേസർ വെന്യൂസൊക്കെ ആണെങ്കിൽ ഡ്യുവൽ ലേസർ വെന്യൂസും GT വെന്യൂസും 70mm ഒക്കെ ആണെങ്കിൽ 1.43:1 ആണ്. അപ്പോൾ ഈ സിനിമയാണെങ്കിൽ എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത് ഡയറക്ടർ ഇതിൻ്റെ റേഷ്യോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1.85:1 അതാണ് നമ്മുടെ PXLൻ്റെ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ PXL നിറഞ്ഞിരുന്ന വെച്ചാൽ ഒരു തരി പോലും സൈഡിലോ മുകളിലോ എങ്ങും ബ്ലാക്ക് ബാർ ഇല്ലാതെ നിറഞ്ഞ് കവിഞ്ഞിരുന്ന ഈ സിനിമ അതൊരു ബ്യൂട്ടി തന്നെയായിരുന്നു. അങ്ങനെ PXL സിനിമ എന്നൊക്കെ കണ്ടിട്ടുണ്ടോ, എപ്പോഴും ഓൾമോസ്റ്റ് 9/10 എക്സ്പീരിയൻസസ് കിടുമായിരുന്നു, എക്സെപ്റ്റ് ഫോർ മുഫാസ. അത് നിങ്ങൾക്ക് അറിയാലോ കാരണം എന്താണെന്നുള്ളത്. ഓൾറെഡി ഡിസ്നി എന്ന് പറഞ്ഞ നല്ലവന്മാർ 2K DCP ആണ് അയച്ചത് ഇൻ 4K കണ്ടെയ്നർ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4K എന്ന് പറഞ്ഞ് അയച്ച DCPയുടെ അകത്തുണ്ടായിരുന്ന വീഡിയോയുടെ ക്വാളിറ്റി 2K ആയിരുന്നു. അതായത് 4K കണ്ടെയ്നർ ഫ്രെയിമിനകത്തേക്ക് 2K കോണ്ടൻറ്റ് എടുത്ത് വലിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഇട്ട് വെച്ചേക്കണ ഒരു സെറ്റപ്പ് പരിപാടിയാണ് അവന്മാർ കാണിച്ചത്. അതുകൊണ്ടാണ് മുഫാസയ്ക്ക് ക്ലാരിറ്റി കുറവായി ഫീൽ ചെയ്തത്. ഇതൊക്കെ കൂടാണ്ട് PXL അന്ന് റിയൽ ഡി 3Dയുടെ ഗ്ലാസ് അല്ല എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് 3D എക്സ്പീരിയൻസും വളരെ മോശമായിരുന്നു. ബെയർലി ഐ കുഡ് ഫെൽറ്റ് എനി 3D എഫക്റ്റ്. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായാണ്. കാരണം ഇന്ന് ഞാനവിടെ നോക്കുമ്പോൾ 3D ഗ്ലാസ്സുകൾ വെച്ചിരിക്കുന്ന ട്രേ നിറച്ചും റിയൽ ഡി ഒറിജിനൽ ഗ്ലാസ്സുകൾ. സന്തുഷ്ടനായി. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ദി ലിസൺഡ്. ആൻഡ് അതിന് ശേഷം ഷോയിന് ശേഷം ഞാൻ അവിടെ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചു. നന്ദിയും ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ലത് ചെയ്താൽ നല്ലത് പറയും. തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പീരിയൻസ് വാസ് ടു ഗുഡ്. ഈവൻ വെൻ ദേ കുഡൻ പ്ലേ
അറ്റ്മോസ് കോണ്ടൻറ്റ്. എങ്ങനെയാണ് അറ്റ്മോസ് കണ്ടൻ്റ് ആണ് നിങ്ങൾ കാണുന്നത് തിരിച്ചറിയാൻ എളുപ്പമാണ്. PXL പോകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ ഇസ് ഇൻ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതി കാണിക്കും. അത് കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണുന്ന DCP അറ്റ്മോസ് DCP അല്ല എന്ന് തന്നെയാണ്. പിന്നെ അത് കാണിച്ചില്ല, കാരണം പ്ലേ ചെയ്തത് 4K 5.1 ആയിരുന്നു. പക്ഷേ ഈവൻ ദാറ്റ് DCP വാസ് ടു ഗുഡ്. അതിന് എനിക്ക് നന്ദി പറയാനുള്ളത് വാർണർ ബ്രദേഴ്സ് ആൻഡ് വാർണർ ബ്രദേഴ്സ് ഇന്ത്യക്കാണ്. കാരണം അവർ ഇക്കാര്യത്തിൽ ടോപ്പ് നോച്ചാണ്. 4K കുറഞ്ഞൊരു പ്രിൻ്റ് അവർ റെയറായിട്ടേ അയക്കുള്ളൂ. വാർണർ ബ്രദേഴ്സ് ആണോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇന്ത്യയിലേക്കാണെങ്കിൽ പോലും കിടിലം പ്രിൻ്റാണ് അവർ അയക്കുന്നത്. അതിന് തെളിവാണ് ഡ്യൂൺ പാർട്ട് 1, 2, ഫ്യൂറിയോസ, അങ്ങനെ കണ്ടമാനം സിനിമകൾ, ഈവൻ ജോക്കറിൻ്റെ പ്രിൻ്റ് പോലും. അപ്പോൾ വാർണർ ബ്രദേഴ്സിൻ്റെ ഓഫീസിലുള്ള, ഇന്ത്യയിലെ ഓഫീസിലുള്ള, എബ്രോഡുള്ള ഓഫീസിലുള്ള എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി. കാരണം ഇങ്ങനെ നല്ല നല്ല DCP നമുക്ക് അയച്ചു തരുന്നതിന്. ഈവൻ ഐമാക്സിലുള്ള DCP ടോപ്പ് ക്വാളിറ്റിയാണ് ലഭിച്ചത്, ഏറ്റവും ടോപ്പ്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും ഇനി കിട്ടാനില്ല. 4K IMAX പ്രിൻ്റ് വിത്ത് 12 ചാനൽ. അതിൻ്റെ മുകളിലേക്ക് ഐമാക്സിൽ അതിന് മുകളിൽ പ്രിൻ്റ് ഇല്ല. അത് തന്നെ വാർണർ ബ്രദേഴ്സ് അയച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഇൻട്രസ്റ്റെല്ലാറിൻ്റെ കേസിൽ അവർ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി DCP ആണ് അയച്ചത്. താങ്ക് യു സോ മച്ച് വാർണർ ബ്രദേഴ്സ് ഇന്ത്യ ആൻഡ് വാർണർ ബ്രദേഴ്സ് ഇൻ്റർനാഷണൽ. അറ്റ് ദ സെയിം ടൈം ഇവരെ പോലെ തന്നെ നല്ല പ്രിൻ്റുകൾ അയക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് A24ൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. A24ൻ്റെ മൂവീസ് എല്ലാം നല്ല ക്വാളിറ്റി പ്രിൻ്റാണ് അവരെപ്പോഴും അയക്കാറുള്ളത്. സാധാരണ തിയേറ്ററിനാണെങ്കിൽ പോലും അടിപൊളി പ്രിൻ്റുകളാണ് അവർ എപ്പോഴും ഇന്ത്യയിലേക്ക് അയക്കാറുള്ളത്. അതേപോലെ തന്നെ ന്യൂ ലൈൻ സിനിമ ആയിക്കോട്ടെ നല്ല പ്രിൻ്റുകളാണ് അയക്കുന്നത്. 4K കോണ്ടൻസാണ് ഭൂരിഭാഗം സമയം അവർ അയക്കാറുള്ളത്. നമ്മുടെ ഡ്രീം വർക്ക്സും അവരും ഗംഭീര പ്രിൻ്റുകളാണ് എപ്പോഴും അയക്കാറ്. ഡിസ്നിയുടെ ഉടമസ്ഥതയിൽ വരുന്ന മാർവൽ, പിക്സാർ ഇന്ത്യയിലേക്ക് DCP അയക്കുമ്പോൾ അവരുടെ സിനിമകൾക്കൊക്കെ 2K 3Dയും റെയർലി 4K ഒക്കെ കോണ്ടൻറ്റ് കിട്ടുന്നത്. അത് ഭയങ്കര ശോകമായ കാര്യമാണ്. അതും വന്നാൽ തന്നെ DCP 4K ആണെങ്കിലും അകത്ത് കിടക്കുന്ന പ്രിൻറ്റിൻ്റെ ക്ലാരിറ്റി വലിച്ചു വലുതാക്കിയ 2K ക്വാളിറ്റിയിലുള്ള പ്രിൻസ് ആയിരിക്കും. അതൊക്കെ എനിക്കത് പറഞ്ഞ് ഭ്രാന്ത് പിടിക്കും. ഇതൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നേ ഉള്ളൂ. എന്തായാലും മിക്കി 17ൻ്റെ അനുഭവം അറ്റ് PXL വാസ് ടോപ്പ് നോച്ച്, ഈവൻ വിത്ത് ജസ്റ്റ് എ നോൺ അറ്റ്മോസ് DCP. അപ്പോൾ അറ്റ്മോസ് വരുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും സിനിമ പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഐമാക്സിലെ ടിക്കറ്റ് പ്രൈസ് കുറച്ചാൽ ഞാൻ എന്തായാലും അവിടെയും കൂടെ പോയി കാണും. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും. അപ്പോൾ ഐമാക്സിലെ ടിക്കറ്റ് പ്രൈസ് കുറക്കണമെങ്കിൽ ഞാൻ എന്തായാലും അവിടെ പോയി കാണാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഐമാക്സിൽ പോയി 500 രൂപ കൊടുത്തിട്ടാണെങ്കിലും സിനിമ കാണാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നും വെച്ചിട്ടല്ല. ഇത്രയും പ്രൈസിനൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് പോയി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് പ്രൈസ് പോലും തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടമായി പോകും. ഓൾറെഡി ടിക്കറ്റ് പ്രൈസ് 500 രൂപ പ്ലസ് ബുക്കിംഗ് ചാർജ് മൊബൈൽ വഴി ചെയ്യുകയാണെങ്കിൽ 70 രൂപയും PC Mac വഴി ചെയ്യണമെങ്കിൽ 89 രൂപ, അങ്ങനെ എന്തോ ആണ്, 19 രൂപ കൂടുതലാണ്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ ഇപ്പോഴും മനസ്സിലായി. അതെന്ത് പരിപാടിയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രൂഫാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ Mac വഴി ചെയ്യാൻ നോക്കിയപ്പോഴേക്കും 500 + 89 ആണ് കാണിക്കുന്നത്. ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ ഏകദേശം 600 രൂപ ടിക്കറ്റിന് മാത്രമായി. ഇത് കൂടാതെ പെട്രോളും ഡീസലും അടിച്ച് പോണതിൻ്റെ ചിലവ്, എന്തെങ്കിലും വാങ്ങി കഴിച്ചാലോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കഴിക്കണ കേസ് ഞാൻ ആലോചിക്കാറില്ല. മിനറൽ വാട്ടറിന്, സ്വീപ്പീസിൻ്റെ മിനറൽ വാട്ടറിന് തന്നെ 100 രൂപയാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം പോലും മേടിച്ച് കുടിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഫ്ലാസ്കും കൊണ്ടാണ് ഞാൻ പോണത്, അല്ലെങ്കിൽ ബോട്ടിൽ കൊണ്ടാണ് പോണത്. ഞാൻ നിറച്ചിട്ട് കുടിക്കുകയാണ് ചെയ്യണത്. ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുകയുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി വന്നു കഴിഞ്ഞാൽ 800 രൂപ 1000 രൂപ ചിലവാണേ. ഇത്രയും ടിക്കറ്റ് പ്രൈസൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പോട്ടെ, ബഡ്ജറ്റായിട്ട് കഴിച്ചാൽ പോലും 700 രൂപ കയ്യിൽ നിന്ന് പോകും. 700 കൂടി പോകും എന്തായാലും. കാരണം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കണമല്ല, ഡിപ്പെൻഡിങ് ഓൺ വെതർ. മഴയാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയിൽ കാരണം പോയാലേ പറ്റുള്ളൂ. ഇതൊക്കെ കൂടാണ്ട് വേറെ വിറ്റുണ്ട്. അവിടെ 1 മണിക്കൂറിന് 2 വീലറിന് 20 രൂപയാണ്.
ഒരു വൻ മര്യാദകേടായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് മോളുകളിൽ പോയി സിനിമ കാണാൻ മടിക്കുന്നത്. കാരണം വനിതയിലൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ്. തൊട്ടപ്പുറത്ത് ഷെണായിസിൽ പാർക്കിംഗ് പൈസ ഈടാക്കിയാലും അത് അറ്റ്ലീസ്റ്റ് തിരിച്ചു തരും. നമുക്ക് പോപ്കോൺ മേടിച്ചാൽ എന്തെങ്കിലും മേടിച്ച് ഞാൻ തിരിച്ചാൽ അല്ലാതെ ആണെങ്കിലും തിരിച്ചു തരുന്നുണ്ട്. അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ. എപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. ഇത് തൊട്ടിപ്പുറത്ത് ഈ സിനിപോളിസിൽ 1 മണിക്കൂർ വണ്ടി വെക്കാൻ 20 രൂപ 2 വീലറിന് പാർക്കിംഗ് ഫീസ്. 3 മണിക്കൂറൊക്കെ സിനിമയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയാലേ അവിടെ ശകടം പിടിച്ചിട്ടുള്ള ആ ലിഫ്റ്റ് കയറി മുകളിൽ ചെല്ലാൻ പറ്റുള്ളൂ. 20 മിനിറ്റ് എടുക്കും മിനിമം ആ പണ്ടാറ് ലിഫ്റ്റ് മുകളിൽ ചെല്ലാനായിട്ട്. അത് പറഞ്ഞാൽ കിട്ടി മുകളിൽ ചെല്ലാനായിട്ട്. അത്രയും നേരം എടുക്കും ലിഫ്റ്റ് വരാനും, അത്രയും നേരം എടുക്കും ഇത് മുകളിൽ ശകടം പിടിച്ച സാധനം മുകളിൽ എത്താൻ കുറേ നേരം എടുക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എപ്പോഴും 10-20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നേരത്തെ പോയാലേ സമയത്തിന് അവിടെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ടിക്കറ്റ് എങ്ങാനും അവിടെ ചെന്ന് എടുക്കണമെങ്കിൽ അവിടെ ആ ടിക്കറ്റ് എടുക്കുന്നതിന് കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു അഡ്വാൻസ് ചെയ്ത് അരമണിക്കൂർ മുന്നേ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊച്ചി ഐമാക്സിൽ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു 2 മണിക്കൂർ സിനിമയാണെങ്കിൽ 3 മണിക്കൂർ സിനിമയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക, 60 രൂപ ഈ പറഞ്ഞ 2 വീലറിന് പോയാലായി. അപ്പോൾ കാറിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കി 80 രൂപ 100 രൂപയ്ക്കും എല്ലാം കൂടി കഴിഞ്ഞാൽ ആവണം. ഞാൻ കാറിനെ കൊണ്ട് പോകാറില്ല. കാരണം ചില ഐമാക്സ് പടങ്ങളൊക്കെ 3 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 2.5 മണിക്കൂറുണ്ടെന്ന് വിചാരിച്ചോ. ഈ റീജിയണൽ പടമൊക്കെ ഇല്ലേ, പുഷ്പ പോലത്തെ പടങ്ങൾ, മറ്റേ മറിച്ചൊക്കെ വന്നില്ലേ, സ്കൈ ഫോഴ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും മുഴുവൻ അഡ്വാൻസ് ചെയ്ത് പോകണോണ്ട് 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും 80 രൂപ 2 വീലറിന് കൊടുക്കേണ്ട അവസ്ഥയായി. മനസ്സിലായില്ലേ? കാരണമേ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണത്. നമ്മൾ ഉള്ള കാര്യം അങ്ങനെ ഞാൻ പറയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു മനുഷ്യൻ വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് പൈസ പോലും തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഞാൻ 500 രൂപക്കാണേലും പോയി കണ്ട് അഭിപ്രായം ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓണസ്റ്റായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് പൈസ പോലും തിരിച്ച് കിട്ടത്തില്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. എന്തായാലും ഇതിങ്ങനെ കുറേ നാൾ നഷ്ടം സഹിച്ച് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് PXL 230 രൂപ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയത്. കാരണം ഏകദേശം അല്ലല്ലോ, പാതിയേക്കാൾ കുറവ്, 500ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 250 രൂപ, അതിനും കുറവായുള്ളൂ എനിക്ക് PXL കാണാനായിട്ട്. ഈ പടമാണെങ്കിൽ ഭാഗ്യത്തിന് PXL ഫുൾ സ്ക്രീനുമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഐമാക്സ് കൊച്ചിയിലുള്ള ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ അസഹനീയമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളാണ്. ഒന്ന് സെലക്ട് സിറ്റി വാക്ക് ഡൽഹി, രണ്ടാമത്തത് സൈസ് വെച്ച് നോക്കുമ്പോൾ സെലക്ട് സിറ്റി വാക്കിനേക്കാളും ഒരുപാട് സ്ക്രീൻ സൈസിൽ വലിപ്പമേറിയ PVR ഐക്കോൺ അറ്റ് ലോവർ പെരേൽ മുംബൈ. ഞാൻ ഓപ്പൺഹൈമർ കണ്ട തിയേറ്റർ അവിടെ ആണ് ഐമാക്സിൻ്റെ കോള ലേസർ പ്രൊജക്ഷൻ ഉള്ളത്, കൊമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ഷൻ വിത്ത് 12 ചാനലുള്ളത്. അവിടെ പോലും ഉണ്ടല്ലോ 400 രൂപ താഴെയാണ് ടിക്കറ്റ് പ്രൈസ്. XT വിത്ത് 12 ചാനലുള്ള ഒരുപാട് തിയേറ്റേഴ്സും മുംബൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ മൊത്തം ഐമാക്സ് വിത്ത് ലേസർ മാത്രം 9 എണ്ണം ഉണ്ട്. മുംബൈയിൽ ഐമാക്സ് വിത്ത് ലേസർ തിയേറ്റേഴ്സ് 8 എണ്ണം ഉണ്ട്. ഇതിൽ ആ ഒരു കോള ഡൽഹിയിലും ഒരു കോള മുംബൈയും മാറ്റി നിർത്തിയാൽ പോലും അവിടെ എല്ലായിടത്തും നമ്മുടെ കൊച്ചി ഐമാക്സ് വിത്ത് ലേസറേക്കാളും പൈസ കുറവാണ്. ഇവിടെ 500 രൂപ, അവിടെ 320, 400. ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, നിങ്ങളിത് ഈ സൈഡിൽ നോക്കിയതോ, ഓരോ തിയേറ്റേഴ്സിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിയോ. ഇതേ സിനിമയുടെ ഞാൻ കണ്ട സെയിം ദിവസത്തെ ഷോയിൻ്റെ അവസ്ഥയാണ് ഈ പറയണത്. PVR പ്രിയയിൽ 200 സംതിങ് രൂപ കണ്ടുള്ളൂ. സോറി, PVR പ്രിയ അല്ല, എറോസ് ഐമാക്സ് ചർച്ച് ഗേറ്റ് മുംബൈയിൽ 200 സംതിങ് രൂപയുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത്രയും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് പ്രൈസിങ്ങിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്താൽ ഇനി ആയുഷ്കാലം മൊത്തം എല്ലാവരും സഹിക്കേണ്ടി വരും. അതുമാത്രമല്ല ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഐമാക്സ് തുടങ്ങിയപ്പോൾ ഉള്ള ടിക്കറ്റ് റേറ്റ് അല്ല ഇപ്പോൾ, കൂട്ടി ഇവന്മാർ ഈ 50 രൂപ വീതം കൂട്ടി ഇപ്പോൾ ഈ 500 എത്തിച്ച്. ഇത് 2D സിനിമ എന്നായിരിക്കണം. അപ്പോൾ ഒരു 3D സിനിമ വരുമ്പോൾ ഇതിനും കൂടുതലായിരിക്കും. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് 550 വരെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ഇതിനോട് യോജിപ്പ് തീരെയില്ല. ഇത് വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസിങ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. മുതലെടുപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് തുറന്നു പറയുകയാണ്. എത്രയൊക്കെ എനിക്ക് തിയേറ്റർ ഇഷ്ടമായാലും ഇവർ ചെയ്യുന്ന കാര്യം എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. എസ്പെഷ്യലി വെൻ ദർ ആർ ലോട്ട് ഓഫ് സുപ്പീരിയർ തിയേറ്റേഴ്സ് വിത്ത് സുപ്പീരിയർ പ്രൊജക്ഷൻ ആൻഡ് സുപ്പീരിയർ സൗണ്ട് ക്വാളിറ്റി വിത്ത് ലെസ് പ്രൈസിങ് ഇൻ ദ സെയിം കൺട്രി. അതുകൊണ്ടാണ് ഞാൻ ഐമാക്സിൽ പോയി ഈ സിനിമ കാണാതിരുന്നത്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണാം. പക്ഷേ ദയവ് ഇത് ഞാൻ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് പ്രൈസ് പോലും തിരിച്ചു കിട്ടില്ല.
ഉള്ള കാര്യം നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും മിക്കി 17 നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബങ് ജുങ് ഹോയുടെ ബെസ്റ്റ് സിനിമയായിട്ടൊന്നും ഞാൻ പറയില്ല. മറ്റുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് വീക്കായിട്ടുള്ളൊരു സിനിമയായിരുന്നു. എന്നാൽ പോലും ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഒരു കിടിലും പടം. അതായിരുന്നു എൻ്റെ PXL പോയി മിക്കി 17 കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇന്ന് വേറെയും ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു. അതെല്ലാം നാളെ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഞാൻ എന്തായാലും ആ അഭിപ്രായം കൂടി ഇട്ടേക്കാം. അതും എടുത്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത്. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇന്ന് വൈകുന്നേരം വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.